ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ CSEB ലേണിംഗ് മലയാളം. 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ടിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കമായി കണക്കാക്കപ്പെടുന്ന നിയമമാണ് 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. 1904 മാർച്ച് 25 ഇത് പ്രാബല്യത്തിൽ വന്നത്. ആക്ട് 10 ഓഫ് 1904 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇതിൽ ഒരു റൂളുമില്ല, 29 സെഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തുടക്കം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർഷകരെ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുവാനും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാനുമായി ഈ നിയമം കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് 1896 അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപീകരിച്ചത്. 1901 ലോർഡ് കഴ്സൺ എഡ്വേർഡ് ലോ അധ്യക്ഷനായ ഒരു കമ്മിറ്റി നിയമിച്ചു. എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനിക്, ഫ്രെഡറിക് നിക്കോൾസൺ എന്നിവർ ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1904 ഈ നിയമം രൂപീകരിച്ചത്. ഈ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡെൻസിൽ ഇബസ്റ്റൺ ആയിരുന്നു. ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി എന്നാണ് ഡാനിയൽ ഹാമിൽട്ടൺ ഈ നിയമത്തെപ്പറ്റി പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. ഗ്രാമീണ ജനങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുക, കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അവരുടെ സമ്പാദ്യശീലം വളർത്തുക, സഹകരണ തത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. നമുക്കിതിൻ്റെ സവിശേഷതകളെ പറ്റി പഠിക്കാം. സഹകരണ വായ്പാ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായ അംഗീകാരം നൽകി. രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഗ്രാമീണ സഹകരണ സംഘങ്ങൾക്കും നഗര സംഘങ്ങൾക്കും രൂപീകരിക്കാനുള്ള അനുമതി നൽകി. അംഗങ്ങൾക്കിടയിൽ പരസ്പര സഹായവും ഉത്തരവാദിത്വവും ഉറപ്പാക്കി. ഒരു സഹകരണ സംഘം രൂപീകരിക്കാൻ 10 പേർ, ഇമ്പോർട്ടൻ്റ് ആണ്, 10 പേർ ആവശ്യമായിരുന്നു. ഗ്രാമീണ സംഘങ്ങളുടെ ബാധ്യത അൺലിമിറ്റഡും നഗര സംഘങ്ങളുടേത് ലിമിറ്റഡ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിരുന്നു. വർഷത്തിലൊരിക്കൽ രജിസ്ട്രാർ സൗജന്യമായി ഓഡിറ്റ് നടത്തുമായിരുന്നു. ഇതിൽ 1904 നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ നഗര സഹകരണ സംഘം കാഞ്ചീപുരമായിരുന്നു, അതായത് മദർ പ്രൊഫഷൻസി. ഗുണമുള്ളതുപോലെ ദോഷവും കാണുമല്ലോ. ലിമിറ്റേഷൻസ് പറഞ്ഞുതരാം. ക്രെഡിറ്റ് സഹകരണ സംഘങ്ങൾക്ക് മാത്രമായിരുന്നു ഇതിനുള്ള അംഗീകാരം. ഉൽപ്പാദനം, വിപണനം, ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഓഡിറ്റിങ്ങിൽ, അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഓഡിറ്റിംഗ് നടന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഡിറ്റിങ്ങിലും കാലതാമസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ?